ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് വൻ സ്വീകരണം. ജാമ്യം ലഭിച്ച 6 പേരെ മാലയിട്ട് മധുരം നൽകി സ്വീകരിച്ചു. പ്രതികളെ തോളിലേറ്റി മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അഭിനന്ദ്, ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഈ ക്രിസ്മസ് കാലത്തല്ല അതിന് മുൻപ് തൊട്ടേ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത്ര സുഖകരമല്ല, അല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് ഒരു അപ്രതീക്ഷിതമായ കാര്യവുമല്ല. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വട്ടന്മാരെന്ന് വിളിച്ച ആ സംഘത്തിനെയാണ് ഇപ്പോൾ മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഗൂഗിൾ ക്രിസ്മസ് തലേന്ന് ഡിസംബർ 24-ാം തീയതി രാത്രിയായിരുന്നു ഛത്തീസ്ഗഡ് റായ്പൂരിലെ മാളിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇത്തരത്തിലേക്ക് സാന്താക്ലോസ് രൂപങ്ങൾ അടിച്ചു തറക്കുകയും ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളിലടക്കം പോകുന്ന സാഹചര്യം ഉണ്ടായത്. 30ഓളം ബജ്രംഗ് പ്രവർത്തകർ അവരെ എത്തി ആക്രമണം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇത് പിന്നീട് 30 പേർക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ 6 പേരെ പ്രതിയാക്കിക്കൊണ്ട് ഛത്തീസ്ഗഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് അവർക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിന് പിന്നാലെ അവർ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലേക്ക് ബജ്രംഗ് പ്രവർത്തകർ മാലയിട്ടും മധുരം നൽകിയുമൊക്കെ അവരെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സ്വീകരണത്തെ അടക്കം അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മതപരിവർത്തനം ആരോപിച്ചാണ് ഇത്തരത്തിലേക്ക് അവരെ അന്ന് വലിയ രീതിയിൽ തന്നെ ഒരു അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് തന്നെ ഒരു വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. RSS നേതൃത്വം അടക്കം പിന്നീട് BJP അടക്കം മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയ സംഭവത്തിന് പിന്നാലെ ഇത്ര വലിയൊരു വിഷയമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു നിലയിലേക്കൂടെ കടന്നത്. എന്തായാലും ഒരു വലിയ ഒരു വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നയിക്കുന്നത്. 6 പ്രതികളെയാണ് ഇന്നലെ മാലയിട്ടും മധുരം വിതരണമൊക്കെ ചെയ്ത് ഈ ജാമ്യം ലഭിച്ച ജയിലിൽ നിന്ന് ഇറങ്ങിയ ആ സമയത്ത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.